സുഹൃത്തുക്കളെ, ഇലക്ഷന്റെ ടൈമിലെ പ്രത്യേകിച്ച് ഇന്ന് 9-ാം തീയതി എറണാകുളം വരെയുള്ള ജില്ലകളിൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 മണി കഴിഞ്ഞു, 5 മണി, 7 മണി വരെ, 6 മണി വരെ സമയമുണ്ട്. രാവിലെ 7 തൊട്ട് 6 വരെയാണ്. അടുത്ത തൃശ്ശൂർ മുതലുള്ള കാസർഗോഡ് വരെയുള്ള സ്ഥലത്തേക്ക് ആളുകൾ പോകാൻ നിൽക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അല്പം വൈകിയെങ്കിലും ജയിക്കണം ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇന്ന് 1595-ാമത്തെ സ്നാപ്പ് ആയിട്ട് ഞാൻ ഇടുന്നത്. ഞാൻ ചേർപ്പുകാരനാണ്. ചേർപ്പ് മാറും, വികസനം വരും, LDF നയിക്കും, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഒരു സംഗതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്റെ പ്രകടന പത്രികയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാമോ പോകുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഇടതുപക്ഷം ജയിക്കണം ഇടതുപക്ഷം എന്ന് പറയുന്ന കവിത 1595-ാമത്തെ സ്നാപ്പ് ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിന് മുന്നോടിയായിട്ട് 2-3 കാര്യങ്ങൾ പറയാം. വികസനം പറയുമ്പോൾ എല്ലാവരും പറയും, BJP പറയും, കോൺഗ്രസ് പറയും, ഇടതുപക്ഷവും പറയും. അതാത് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ ഒരു സമഗ്രമായ സ്ഥലത്തേക്ക് അതിന്റെ 100% ശ്രദ്ധ കൊടുത്തുകൊണ്ട്, ജാഗ്രത കൊടുത്തുകൊണ്ട്, അത് ആരോഗ്യ മേഖല, റോഡ് വികസനം, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, വയോവൃദ്ധന്മാർക്കുള്ള പെൻഷൻ മുതൽ ഡിവൈഎഫ്ഐക്കാരുടെ പൊതിച്ചോറ് മുതൽ രക്തദാനം മുതലുള്ള എല്ലാ തലത്തിലും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന പരിപാടി നടന്നത് കേരളത്തിലാണ്. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണെന്ന് കൃത്യമായിട്ട് എടുത്ത് പറയേണ്ടി വരും. 2016 മുമ്പ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 16 ശേഷമുള്ള രവീന്ദ്രമാഷ് വന്നതിന് ശേഷമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ്? എല്ലാം ഹൈടെക് ഇന്റർനാഷണൽ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യണം. കാരണം നമ്മൾ ലോകം വികസിക്കുന്നതിനനുസരിച്ച് നമ്മൾ പഴയ കാളവണ്ടി യുഗത്തിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ എന്തോ ചതൽ പിടിച്ചിട്ട് പട്ടിക ചതൽ പിടിച്ച് പിള്ളേരെ തലയിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള സാധനം എന്നുള്ളതൊക്കെ മാറി. എല്ലാം നല്ല 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 ബിൽഡിംഗ് കോംപ്ലക്സുകൾ വന്നു, നല്ല ലൈബ്രറി സിസ്റ്റം വരുന്നു, കമ്പ്യൂട്ടറുകൾ വരുന്നു, ഡിജിറ്റലായിട്ടുള്ള എല്ലാ സാധ്യതകളും, സോഷ്യൽ മീഡിയയുടെ സാധ്യതയൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ ആരോഗ്യ മേഖലയിലും അത് തന്നെയാണ്. കൊറോണ പീരീഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. യൂറോപ്പിലൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വേണം ഒരു ടെസ്റ്റ് നടത്താനുള്ളത്, അമേരിക്കയിലൊക്കെ. പക്ഷെ ഇവിടെ അതല്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഫ്രീ ആയിട്ട് നമ്മൾ കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. കേരളത്തിന്റെ മരണനിരക്ക് അതുകൊണ്ട് തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നു. മറ്റോടത്ത് എന്താ വെച്ചാൽ കോടികളും ലക്ഷങ്ങളുള്ളവനെ പോകാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പെട്ടുപോയി. അപ്പൊ അങ്ങനെ ഓരോ തലങ്ങൾ നമ്മൾ എടുക്കണം. ഇതിനേക്കാൾ ഉപരി കൾച്ചറൽ പൊളിറ്റിക്സിന്റെ ഏരിയ എടുക്കാൻ നോക്കും. മനസമാധാനമായിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിശ്വാസികൾക്കും അല്ലാത്തവർക്കും, നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ചിരുന്ന് കളിച്ച്, ഒരുമിച്ച് ഫുട്ബോൾ മാച്ച് കണ്ട്, ഒരുമിച്ച് സിനിമ കണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളമാണ്. ഫിസിക്കലായിട്ടുള്ള മറ്റ് വികസനങ്ങളൊക്കെ മറ്റ് പല സംസ്ഥാനങ്ങളും പല വേരിയേഷനിൽ നടക്കുമ്പോഴും ജാതീയതയുടെ പേരിൽ ഈ 3 കഷ്ണാക്കിയിട്ട് മാറ്റണം എന്ന്, അങ്ങനെ തന്നെ വിഭജിച്ചിട്ട് ഭരിക്കണം, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള രീതിയിലാണ് ലെഫ്റ്റ് പ്രസ്ഥാനം ഒഴിച്ചുള്ള ബാക്കി എല്ലാവരുടെയും കണ്ണുകൾ എന്നുള്ളത്. അവരുടെ ഒരു കുതന്ത്രത്തിന്റെ കണ്ണ് അങ്ങനെയാണ്. ലെഫ്റ്റ് പ്രസ്ഥാനം ഇന്നേ വരെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തമ്മിലുള്ള ലഹളകൾ സ്പോൺസർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ സംഘപരിവാർ, BJP പ്രസ്ഥാനങ്ങളും കോൺഗ്രസ് അതിനെ രഹസ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ അത് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ തലം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വികസനം എന്നുള്ളത് നമ്മൾ ആന്തരികമായ തലത്തിലുള്ള സമാധാനം കൂടിയാണ്. വികസനത്തിന് സമാധാനം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. യഥാർത്ഥ വികസനം വന്നു കഴിഞ്ഞാലാണ് ഈ വികസിപ്പിക്കപ്പെട്ട സ്ഥലത്ത് അതാത് വീടുകളിൽ സമാധാനത്തോട് കിടന്ന് ഉറങ്ങണ്ടേ. എന്റെ അപ്പുറത്തൊരു മുസ്ലിം, എന്റെ അപ്പുറത്തൊരു ക്രിസ്ത്യൻ, എന്റെ അപ്പുറത്തൊരു ഹിന്ദു, ഇപ്പുറത്തൊരു പാഴ്സി അല്ലെങ്കിൽ ബംഗാളി എന്നുള്ള എല്ലാവരും ഒരുമിച്ച് ഒരേ ചായക്കടയിൽ കയറിയിരിക്കുമ്പോൾ ഈ കറുത്തവനോ വെളുത്തവനോ എന്നുള്ളത് നോക്കാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും, ഒരുമിച്ച് തിയേറ്ററിൽ പോവുകയും, ഒരുമിച്ച് ഫെസ്റ്റിവലുകളിൽ പോവുകയും, ഒരുമിച്ച് ബീച്ചിലേക്ക് പോവുകയും, ഒരുമിച്ച് പാർക്കുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സാധ്യതകൾ അത് കേരളത്തിലല്ലേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബംഗാളികളെയും ബീഹാറികളും അവരൊക്കെ വന്നിട്ട് വോട്ട് ചേർത്തത് BJP ആണ്, അവർക്കാണ് വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് അവിടെ മനസമാധാനം ഇല്ലാത്തതുകൊണ്ടും പണിയെടുത്തിട്ട് കാശ് കിട്ടാത്തതുകൊണ്ടല്ലേ അവരിങ്ങോട്ട് വരുന്നത്? അവരെല്ലാം അവിടെ കൃത്യമായ ശമ്പളം ഉണ്ടെങ്കിൽ, കൃത്യമായ കൂലി ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഇവിടെ തൊഴിൽ ഉറപ്പുണ്ട്. ഒരു ദിവസം പണിയെടുത്ത് 1000 രൂപ കിട്ടും.
വഴിയിൽ നിർത്തിയിട്ടാ നീ ബീഫ് കഴിച്ചടാ, നീ പൊറോട്ട ബീഫാണോ കഴിച്ചത്, നിന്റെ ഫ്രിഡ്ജിൽ ബീഫ് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും കലാട്ടുണ്ടാക്കാൻ വരില്ല. ആ സുരക്ഷിതത്വം ഉള്ള ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. അവരുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് കിട്ടേണ്ടത്. ചേർത്തിയത് BJPയും കോൺഗ്രസ് ആണെങ്കിൽ കിട്ടേണ്ടത് ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ട് ജയിക്കേണ്ടത് ഇടതുപക്ഷമാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള സ്ഥലങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്നത് കേരളം EMS 57 മന്ത്രിസഭ വന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളത്. ഇത്രയധികം ശത്രു പാളയത്തിൽ നിന്നുള്ള എല്ലാതര ഇതുകളും സോഷ്യൽ മീഡിയയുടെയും നുണപ്രചരണങ്ങളുടെയും ഒക്കെ യുദ്ധങ്ങൾ വരുമ്പോൾ സത്യം പറയുന്ന, ചരിത്രബോധം പറയുന്ന ഇടതുപക്ഷത്തിന് ഈ ജനങ്ങളുടെ അകത്തേക്ക് എത്രമാത്രം ചരിത്രബോധവും എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള ഡാറ്റാസും എത്രമാത്രം റിയാലിറ്റി പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമാന്തര വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ സിലബസുകളിൽ നുണകൾ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സിലബസുകളൊക്കെ വന്നാലും പാരലൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാമാന്യ ജനങ്ങൾക്ക് PhD തീസിസ് ഒന്നും വായിച്ചിട്ടല്ല ഇവിടുത്തെ കൂലിപ്പണിക്കാരനെ കൂലിപ്പണിക്ക് പോകുന്നത്. മാനവികതയാണ് അവന്റെ ഉള്ളിൽ, സ്നേഹമാണ്, അവന്റെ സാഹോദര്യമാണ്, ജനാധിപത്യമാണ്. അവന് നമ്മുടെ മുഖത്തേക്ക് വിമർശിക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു കേരളത്തിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കവിത ഞാനത് പറയുന്നത്. ജയിക്കണം ഇടതുപക്ഷം, ജയിക്കണം ഇടതുപക്ഷം, വികസനത്തിൻ സ്പന്ദനങ്ങൾ നാട്ടിലും വീട്ടിലും നാട്ടുതൊട്ടിൽ പോൽ തൊട്ടറിയാൻ വേണം. വികസനത്തിൻ സ്പന്ദനങ്ങൾ നാട്ടിലും വീട്ടിലും നാട്ടുതൊട്ടിൽ പോൽ തൊട്ടറിയാൻ വേണം. വീണ്ടും ഒരു ജയം വേണം, വീണ്ടും ഒരു ജയം, ഇടതുപക്ഷ ജയം, LDF-ൻ ഉജ്ജ്വല ജയം. വികസനത്തിൻ സ്പന്ദനങ്ങൾ നാട്ടിലും വീട്ടിലും നാട്ടുതൊട്ടിൽ പോൽ തൊട്ടറിയാൻ വേണം. വീണ്ടും ഒരു ജയം, ഇടതുപക്ഷ ജയം, LDF-ൻ ഉജ്ജ്വല ജയം. സംസ്കാരത്തിൻ ജനകീയത, സംസ്കാരത്തിൻ ജനകീയത, ആരോഗ്യത്തിൻ ജനകീയത, ഹൈടെക് വിദ്യാഭ്യാസം അസ്മരീകത, ഹൈടെക് വിദ്യാഭ്യാസം അസ്മരീകത, കുടിലിലും കൊട്ടാരത്തിലും ഒപ്പമെത്തിക്കാൻ വേണം നമുക്കൊപ്പം. LDF ജയം വേണം നമുക്കൊപ്പം, LDF ജയം. സംസ്കാരത്തിൻ ജനകീയത, ആരോഗ്യത്തിൻ ജനകീയത, ഹൈടെക് വിദ്യാഭ്യാസം അസ്മരീകത, കുടിലിലും കൊട്ടാരത്തിലും ഒപ്പമെത്തിക്കാൻ വേണം നമുക്കൊപ്പം. LDF ജയം. സ്ത്രീ സുരക്ഷയ്ക്കായി, സ്ത്രീ സുരക്ഷയ്ക്കായി ഇടതിനൊപ്പം അണിചേരും നാടേ നിൻ സമരചരിത്രത്തിൽ പൂമരങ്ങൾക്ക് എന്തൊരു ചേല്. ഇപ്പോഴും ഈ ദിലീപിന്റെയും ഭാവന അതിജീവിതയായിട്ട് ബന്ധപ്പെട്ട ഈ കോടതി കേസിൽ ഇടതുപക്ഷം നിന്നത് അതിജീവിതയ്ക്കൊപ്പമാണ്, നടിക്കൊപ്പമാണ്. ഒരുപാട് വനിതാ പ്രസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്ന അവിടെയാണ്. കുറ്റം തെളിയിക്കപ്പെടും എന്നുള്ളിടത്ത് വരെ വാദം മുന്നോട്ട് പോകണം. 6 പേരൊക്കെ ശിക്ഷിക്കപ്പെട്ട ആരാണ് ഇതിന്റെ പുറകിലുള്ള ഈ കോൺസ്പിറസി പ്ലാൻ ചെയ്യുന്ന? ഏത് സന്ദർശന മുറി ഇരുട്ടറയിൽ നിന്നാണ്, ഏത് മദ്യശാലയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ബെഡ്റൂമിൽ നിന്നാണ്, എവിടെ നിന്നാണ് അത് മുളപൊട്ടുന്നത്, അത് ഏത് കോളിലൂടെയാണ് വന്നത്? അത് തെളിയിക്കപ്പെടണ്ടേ? അപ്പൊ അതുകൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്കായി ഇടതിനൊപ്പം അണിചേരും നാടേ നിൻ സമരചരിത്രത്തിൽ പൂമരങ്ങൾക്ക് എന്തൊരു ചേല്. കോടാലികളെ അതിജീവിച്ചു ആകാശം നോക്കി പുഞ്ചിരിക്കും അവയെന്നും മഴവിൽ സ്വപ്നത്തിൻ കാവൽക്കാർ. കോടാലികളെ അതിജീവിച്ചു ആകാശം നോക്കി പുഞ്ചിരിക്കും അവയെന്നും മഴവിൽ സ്വപ്നത്തിൻ കാവൽക്കാർ. നിപായും പ്രളയവും മഹാമാരിയും മരണം വിതച്ചപ്പോൾ, നിപായും പ്രളയവും മഹാമാരിയും മരണം വിതച്ചപ്പോൾ ജീവിതം തുന്നിയതാര്? ജീവിതം തുന്നിയതാര്? തുന്നാൻ കീറിയ കുപ്പായം തുന്നിയതാര്? കീറിയ കുപ്പായം തുന്നിയതാര്? തുന്നാൻ പറ്റാത്തവർക്ക് പുത്തൻ കുപ്പായം സമ്മാനിച്ചതാര്? തുന്നാൻ പറ്റാത്തവർക്ക് പുത്തൻ കുപ്പായം സമ്മാനിച്ചതാര്? പറഞ്ഞു തീരാത്ത നാടിൻ അതിജീവന ചരിത്രം കേട്ടുറങ്ങാൻ എന്തൊരു സുഖമെന്ന് രാപ്പകൽ പഠിപ്പിക്കുന്നതാര്? പറഞ്ഞു തീരാത്ത നാടിൻ അതിജീവന ചരിത്രം കേട്ടുറങ്ങാൻ എന്തൊരു സുഖമെന്ന് രാപ്പകൽ പഠിപ്പിക്കുന്നതാര്? പാതിവെന്ത ചോറിനരികെ പുലരി കാത്തിരിക്കും മർത്യന്റെ സമര ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുന്നതാര്? പാതിവെന്ത ചോറിനരികെ പുലരി കാത്തിരിക്കും മർത്യന്റെ സമര ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുന്നതാര്?
കല്ലും മുള്ളും ചവിട്ടി മെതിച്ചു ചോരപൊടിയും പദങ്ങളുമായി മുന്നേറുമ്പോൾ വഴികളിൽ നന്മപ്പൂക്കൾ വിടരുന്ന കാലമെടുത്തെന്ന് എന്നും പഠിപ്പിക്കുന്നതാര്? കല്ലും മുള്ളും ചവിട്ടി മെതിച്ചു ചോരപൊടിയും പദങ്ങളുമായി മുന്നേറുമ്പോൾ വഴികളിൽ നന്മപ്പൂക്കൾ വിടരുന്ന കാലമടുത്തെന്ന് എന്നും പഠിപ്പിക്കുന്നതാര്? പടവെട്ടി വീണത് പേടിച്ചു പതുങ്ങാനല്ല, പടവെട്ടി വീണത് പേടിച്ചു പതുങ്ങാനല്ല, കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അധികാരി വർഗത്തെ പേടിപ്പിക്കാനാണെന്ന്, അട്ടിമറിക്കാനാണെന്ന് മാറ്റത്തിന്റെ മാറ്റൊലിയുള്ള അനശ്വര ചരിത്രം ഇന്നും പഠിപ്പിക്കുന്നതാര്? പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളെ നോക്കി, പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളെ നോക്കി തടയണം യുദ്ധവെറിയുടെ അധികാര ഗർവിനെ എന്നും എപ്പോഴും എവിടെയും തടയണം യുദ്ധവെറിയുടെ അധികാര ഗർവിനെ എന്നും എപ്പോഴും എവിടെയും ഇടതടവില്ലാതെ പുതുതലമുറയ്ക്ക് പാടിപ്പഠിപ്പിക്കുന്നതാര്? പുതുതലമുറയ്ക്ക് പാടിപ്പഠിപ്പിക്കുന്നതാര്? നിസ്വാർത്ഥമായി യുവരക്തം നേരും ആശുപത്രികളിൽ, നിസ്വാർത്ഥമായി യുവരക്തം നേരും ആശുപത്രികളിൽ പാഴ് ചർച്ചാ വിഷയമാവും ജാതിയും മതവുമല്ല. ഇന്നത്തെ ചിന്താവിഷയം ജീവന്റെ നിറം എന്നും ചുവപ്പല്ലേ എന്ന് തപ്പാതെ തപ്പാതെ പഠിപ്പിക്കുന്നതാര്? തപ്പാതെ പഠിപ്പിക്കുന്നതാര്? ചേല വലിച്ചു കീറലും കൈവെട്ടും കുതിക്കാൽ വെട്ടും ഒപ്പം പയറ്റും വലതു ചേരിയെ ഒറ്റപ്പെടുത്തുക എന്നും വെറുക്കുക എന്ന് പഠിപ്പിക്കുന്നതാര്? ചേല വലിച്ചു കീറലും കൈവെട്ടും കുതിക്കാൽ വെട്ടും ഒപ്പം പയറ്റും വലതു ചേരിയെ ഒറ്റപ്പെടുത്തുക എന്നും വെറുക്കുക എന്ന് പഠിപ്പിക്കുന്നതാര്? അഴകനെ അപ്പ എന്ന് പറഞ്ഞു ചുമ്മാ കൂടെ പിറപ്പാക്കാതിരിക്കുക, കൂടെ ക്രൂരത പൊറുക്കാതിരിക്കുക എന്ന് പഠിപ്പിക്കുന്നതാര്? രാവിലെ ഒപ്പമിരുന്നു പ്രാതൽ കഴിച്ചവർ, സന്ധ്യയ്ക്ക് മറുകണ്ഠം ചാടിയവർ, വർഗീയതയുടെ ചോരവരമ്പുകൾ തീർക്കുന്ന രാജ്യദ്രോഹികളെ ഉടൻ തിരിച്ചറിയുക നാം എന്ന് പഠിപ്പിക്കുന്നതാര്? മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഏത് ഗ്രീഷ്മത്തെയും വസന്തമാക്കും മണ്ണിന്റെ വിയർപ്പിന്റെ ചേലുള്ള വാക്കുകൾ എന്ന് പഠിപ്പിക്കുന്നതാര്? മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഏത് ഗ്രീഷ്മത്തെയും വസന്തമാക്കും മണ്ണിന്റെ വിയർപ്പിന്റെ ചേലുള്ള വാക്കുകൾ എന്ന് പഠിപ്പിക്കുന്നതാര്? വിവാദങ്ങൾ കൊഴുപ്പിക്കും, വിമർശനങ്ങളെ സംവാദമാക്കി മാറ്റും ചരിത്രബോധവും മനുഷ്യത്വവും കൂടുതൽ ആർജിച്ചതാര്? ഇടതുപക്ഷം മാത്രം, LDF മാത്രം. വേണം നാട്ടിൽ മനസമാധാനം, വേണം നാട്ടിൽ മനസമാധാനം, ദുസ്വപ്നങ്ങളില്ലാത്ത പാതിരാ നിദ്രകൾ. വേണം നാട്ടിൽ മനസമാധാനം, ദുസ്വപ്നങ്ങളില്ലാത്ത പാതിരാ നിദ്രകൾ. പാതിരാ നിലാവിനെ കീറിമുറിക്കും കുഞ്ഞു നിലവിളികൾ. മുഴങ്ങാതിരിക്കാൻ നാടിൻ രക്ഷകർ ഇടത് മുന്നണി മാത്രം. പാതിരാ നിലാവിനെ കീറിമുറിക്കും കുഞ്ഞു നിലവിളികൾ. മുഴങ്ങാതിരിക്കാൻ നാടിൻ രക്ഷകർ ഇടതു മുന്നണി മാത്രം. ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന് ചുമ്മാ പറയുന്നതല്ല കൂട്ടരെ, ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന് ചുമ്മാ പറയുന്നതല്ല കൂട്ടരെ. വാർദ്ധക്യ പെൻഷൻ കൈവെള്ളയിൽ തുടിക്കുമ്പോൾ, ലൈഫ് പദ്ധതി നാട്ടിൽ ഉറക്കം വിതയ്ക്കുമ്പോൾ, ഭരണം ജനക്ഷേമപക്ഷമെന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ ആരുടെയും നാക്കുകൾക്ക് വിലക്കില്ല കാലമല്ലേ. നുണകൾക്കെതിരെ സത്യം ജയിക്കും. ഈ ചരിത്ര സത്യം ഉറക്കെ പറയാൻ ഭൂരിപക്ഷം മടിക്കാത്ത കാലമേ നിനക്ക് നന്ദി നമോവാകം. ഈ ചരിത്ര സത്യം ഉറക്കെ പറയാൻ ഭൂരിപക്ഷം മടിക്കാത്ത കാലമേ നിനക്ക് നന്ദി നമോവാകം. അതിനാൽ ജയിക്കണം ഇടതുപക്ഷം, അതിനാൽ ജയിക്കണം LDF. ഇത് മണ്ണിന്റെ മനുഷ്യന്റെ സുഗന്ധമുള്ള ഒരെളിയ സ്വപ്നം. ഇത് മണ്ണിന്റെ മനുഷ്യന്റെ സുഗന്ധമുള്ള ഒരെളിയ സ്വപ്നം. ലാൽ സലാം. ജയിക്കണം ഇടതുപക്ഷം, ജയിക്കണം ഇടതുപക്ഷം.
ജയിക്കണം ഇടതുപക്ഷം. ചാക്കോ ഡി അന്തിക്കാട്.